വേലക്കാരിൽ ആരെങ്കിലുമാണ് വാതിൽ തുറക്കാറ്. സേഠ്ജിയുടെ കിടപ്പുമുറിയുടെ മുന്നിലേക്ക് ആനയിക്കപ്പെടും. അവിടെ നിൽക്കണം. ഏറെ നിൽക്കേണ്ടി വരാറില്ല. സമയം ഏതാണ്ട് ശരിയായിരിക്കും. 5 ഏറിയാൽ 10 മിനിറ്റിനകം സേഠ്ജി വാതിൽ തുറക്കും. സേഠാണി നേരത്തെ എഴുന്നേറ്റ് പോയിരിക്കും. പൂജാമുറിയിലായിരിക്കും. സേഠ്ജി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാൽ ഏതാനും നിമിഷങ്ങൾക്കകം സേഠാണി ഇടനാഴിയിലൂടെ അങ്ങേയറ്റത്തുള്ള പൂജാമുറിയിൽ നിന്ന് പുറത്തിറങ്ങും. സേഠ്ജി വാതിൽ തുറന്നാൽ ഭാമ തലകുനിച്ച് വന്ദിക്കും. സേഠ്ജി ഭഗവാനെ എന്ന പോലെ തിരികെ കൈകൂപ്പും. നിങ്ങൾക്കു സുഖം തന്നെയല്ലേ എന്ന ചോദ്യം വല്ലപ്പോഴുമുണ്ടാകും. ഭഗവാന്റെയും അവിടുത്തെയും കൃപ കൊണ്ട് അതെ എന്ന സ്ഥിരം മറുപടി പറയും. സേഠാണി ഇടനാഴിയിൽ വെച്ച് 2 വാക്ക് കുശലം പറയും. എന്നിട്ട് സേഠ്ജിയുടെ മുറിയിലേക്ക് പോകും. പോർച്ചിലെത്തും മുമ്പ് വേലക്കാരിൽ ആരെങ്കിലും ചായയുമായി വരും. പൂപ്പാലിക മറ്റേ കൈയിലേക്ക് മാറ്റി നിന്ന നിൽപ്പിൽ ഭാമ ചായ കുടിക്കും. പൂപ്പാലികയിൽ നിന്ന് ചിലപ്പോൾ സേഠാണി 2 പൂവും 1 നുള്ള് അവിലും എടുത്തെന്നിരിക്കും. അന്ന് അടഞ്ഞ വാതിലിനു മുമ്പിൽ സത്യഭാമ ഏറെ നേരം കാത്തുനിന്നു. 10 അല്ല 15 അല്ല, അതിലേറെയായി മിനിറ്റുകൾ. വാതിൽ ചാരിയിട്ടേയുള്ളൂ. പക്ഷേ അകത്തേക്ക് നോക്കാൻ ഭാമ ധൈര്യപ്പെട്ടില്ല. സേഠ്ജി ഭാമയ്ക്ക് അച്ഛനെ പോലെയാണ്. രക്ഷിതാവും ഈശ്വരനുമാണ്. ഇടനാഴിയുടെ മറ്റേ അറ്റത്തേക്ക് ഭാമ പ്രത്യാശയോടെ കണ്ണയച്ചു. വാതിൽ ചാരിത്തന്നെ കിടക്കുന്നു. സേഠ്ജി വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നതുവരെ കണ്ണടച്ച് പ്രാർത്ഥനയിൽ മുഴുകുകയാണ് സേഠാണിയുടെ പതിവ്. ആ നേരത്ത് ജോലിക്കാരിൽ ആരും ഇടനാഴിയുടെ 4 അയലത്ത് വരില്ല. സേഠ്ജിക്ക് ആദ്യമായി കാണേണ്ടത് ഭാമയെയാണ്. സേഠാണി പോലും മുൻകൂട്ടി മുറിവിട്ടു പോകുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ദുഷ്ചിന്തകൾ ഭാമയെ അലട്ടി. ഉത്കണ്ഠ വർദ്ധിച്ചു. പക്ഷേ ഒന്നും ചെയ്യാനില്ല. തൻ്റെ കടമ കാത്തുനിൽക്കുകയെന്നത് മാത്രമാണ്. ഇതൊരു അവസാനമില്ലാത്ത കാത്തുനിൽപ്പാണോ എന്ന് ഭാമയ്ക്ക് തോന്നി. ഇടനാഴിയിലേക്ക് തുറക്കുന്ന ഒരു വാതിൽക്കൽ പതിവുള്ള ചായയുമായി ഒരു വേലക്കാരി വന്ന് എത്തിനോക്കി. ഭാമയുടെ നിൽപ്പുകണ്ട് തല പിൻവലിച്ചു. എവിടെയോ ഒരു ഘടികാരം നീണ്ടു മുഴങ്ങുന്ന മണിയടിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞ് കൂട്ടത്തിൽ പ്രായം കൂടിയ വേലക്കാരൻ ഭാമയോട് ആംഗ്യഭാഷയിൽ ചോദിച്ചു, എന്തുപറ്റി? പൂപ്പാലിക ഒറ്റക്കൈയിൽ താങ്ങി ഭാമ മറ്റേ കൈ മലർത്തിക്കാട്ടി. അറിയില്ലെന്ന്.